ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട അതിലെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ചില വിസ്തീർണങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുണ്ടാക്കാൻ സമാഗമന കൂടാരത്തിൽ ഉപയോഗിച്ചിരുന്ന പലകളെക്കുറിച്ചാണ്. കതിരമരം, അതിന് വലിയ വിലയുള്ള സാധാരണ മരമാണ്. അതിന്മേൽ സ്വർണം കൊണ്ട് അത് പൊതിയുകയാണ്. അപ്പോഴാണ് അതിന് ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. ഇതുപോലെ പാപിയായ മനുഷ്യൻ ക്രിസ്തുവിലായി തീരുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ മഹത്വത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ആ പലകളുമായി ബന്ധപ്പെട്ട് നമ്മളിനി ചിന്തിക്കുന്നത്, ആ പലകൾക്ക് സ്വയം നിവർന്നു നിൽക്കുവാൻ സാധിക്കുകയില്ല. അവയുടെ അടിയിൽ പീഠം അല്ലെങ്കിൽ അതിന് കാലുണ്ട്, അല്ലെങ്കിൽ കുടുമയുണ്ട്. അപ്പോൾ അതിന്മേലാണത് ഇത് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിശ്വാസി ഇത് നിലനിൽക്കുന്നത് യേശുക്രിസ്തുവാകുന്ന ആ അടിസ്ഥാനത്തിന്മേലാണ്. ആ യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കൊരിക്കലും നിവർന്നു നിൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു വിശ്വാസി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു അവൻ്റെ അടിസ്ഥാനമായി കാണാൻ സാധിക്കുക. യൂദയുടെ ലേഖനം 24-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ എന്ന് പറയുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ നമ്മൾ മഹത്വപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് യെശയ്യാ 4:10 നമ്മൾ വായിക്കുന്നുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തുമെന്ന് യഹോവയുടെ ആ വലിയ വാഗ്ദത്തം, അതിലാണ് നമ്മൾ ആശ്രയിച്ചൊരു വിശ്വാസി ഭൂമിയിൽ എപ്പോഴും ജീവിക്കുന്നതും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവന് സാധിക്കുന്നതും. ഇപ്പോൾ ഈ പലകകൾ നിൽക്കുന്നത് മരുഭൂമിയിലാണ്. പക്ഷേ അത് മണ്ണിലല്ല നിൽക്കുന്നത്, ഈ വെള്ളി കൊണ്ടുള്ള അതിൻ്റെ ആ പീഠത്തിന്മേലാണെങ്കിൽ അതിൻ്റെ ആ കാലുകളിലാണ്. അപ്പോൾ അതുപോലെ പാപികളായ നമ്മൾ ഈ മനുഷ്യർ ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും നമ്മൾ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിലാണ്. പാപമയമായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ അടിസ്ഥാനം യേശുക്രിസ്തുവാകുന്ന ആ വലിയ ആ കാലിന്മേലാണ്, ആ വെള്ളി കൊണ്ടുള്ള കാലിന്മേലാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. പിന്നെ ഇവയെ തമ്മിൽ ചേർത്ത് നിർത്തിയ അന്താഴങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നല്ലോ. പലകകൾ യോജിപ്പിച്ച് ഏക കെട്ടിടമാക്കി തീർക്കാൻ അന്താഴങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരുന്നു. ഇവ വളയങ്ങളിൽ കൂടി അത് ചെലുത്തിയിരുന്നു. നാം എന്ന് പറയുന്നത് നമ്മൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കണം, അതായത് കൂട്ടായ്മ. അങ്ങനെയാണ് നാം ഒരു സഭയായിട്ട് തീരുന്നത്. അപ്പം അടിസ്ഥാനം വെള്ളിയിലായിരിക്കുന്ന ഈ പലകകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായിരുന്നു അന്താഴങ്ങൾ. അവയെ ഇങ്ങനെ ഈ അന്താഴങ്ങളാണ് ചേർത്ത് നിർത്തിയത്. നമ്മുടെ കർത്താവിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥന നമുക്കറിയാം: പിതാവേ, ഞാനും അവിടുന്ന് ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായിരിക്കണം. ആയതുപോലെ ആ ഐക്യം അവരെ ചേർത്ത് നിർത്തുന്നത് യേശുക്രിസ്തു എന്ന ആ ദൈവം, ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. ആ അന്താഴങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇടയിൽ ഐക്യവും സ്നേഹവും അല്ലെങ്കിൽ ആ യോജിപ്പും നമുക്ക് നിലനിർത്തുവാൻ എപ്പോഴും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിലെല്ലാവരും ഒന്നാണ്. അതിൽ യഹൂദനെന്നോ യവനനെന്നോ ഉള്ള വ്യത്യാസമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ധനവാനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നൊരു അനുഭവത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈ അന്താഴം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഐക്യമുണ്ടാവുകയുള്ളൂ. അവിടെയാണ് ഒരുമനപ്പെടലിൻ്റെ അനുഭവം നമുക്കുണ്ടാകുക. ഇനി നമ്മളിതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ധൂപപീഠത്തെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ധൂപപീഠം സങ്കീർത്തനം 141-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായിട്ടും ഇത് തീരട്ടെ എന്നാണ്. അതായത് കതിരമരം കൊണ്ടുണ്ടാക്കി തങ്കം കൊണ്ട് അത് പൊതിയണമായിരുന്നു ഈ ധൂപപീഠം. സാക്ഷ്യപെട്ടകത്തിന് മുമ്പിലും കൃപാസനത്തിന് മുമ്പിലുമുള്ള തിരശ്ശീലയ്ക്ക് മുമ്പിലും ഇതിരിക്കണം. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം
ഇടണം. അത് ഈ വിശുദ്ധന്മാരുടെ ഇന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ഈ സുഗന്ധധൂപമായി കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ദേവാലയങ്ങളിൽ നമ്മൾ ധൂപക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. ആ ധൂപക്കുറ്റിയിൽ ഇടുന്നതായ കരിയുണ്ട്, അത് അഗ്നിയാക്കി മാറ്റുകയാണ്. ആ കരി എന്തെന്ന് ചോദിച്ചാൽ പാപം നിറഞ്ഞ മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ അഗ്നി വരുമ്പോൾ അത് പിന്നെ അതിൻ്റെ നിറം മാറുന്നു, ഗുണം മാറുന്നു, അതിൻ്റെ പ്രവർത്തനം മാറുന്നു, എല്ലാം വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. അതിൽ നമ്മൾ കുന്തിരിക്കം ഇടുമ്പോൾ സുഗന്ധധൂപമായിട്ട് അത് മുകളിലേക്ക് ഉയരുകയാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവസന്നിധിയിൽ സുഗന്ധധൂപമായിട്ട് ഉയരണമെങ്കിൽ പാപികളായിരിക്കുന്ന നമ്മൾ ആ യേശുക്രിസ്തുവാകുന്ന അഗ്നിയോട് ചേർന്ന് ആ അഗ്നിയായി തീരുമ്പോഴാണ് സുഗന്ധധൂപം ആയിട്ട് നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സിംബോളിക്കായിട്ടാണ് ദേവാലയങ്ങളിൽ നമ്മുടെ ധൂപക്കുറ്റികളൊക്കെയും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പം അതിന് ധൂപപീഠം, യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് ധൂപപീഠം ഇവിടെ കാണിക്കുന്നത്. വെളിപാട് പുസ്തകം 5:8 ധൂപപീഠത്തിൽ നിന്നും പുക പൊങ്ങുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തോട് എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ ആരാധനാ വസ്തുക്കൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ഓരോ അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കണം. പഴയ നിയമത്തിൽ ഇതൊക്കെ ഏതർത്ഥത്തിൽ ഉപയോഗിച്ചുവോ അതിൻ്റെയൊക്കെ പൂർണ്ണതയാണ് പുതിയ നിയമത്തിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ പുതിയ നിയമത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ ഈ വസ്തുക്കളെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയായിട്ട് തീരട്ടെ. മുന്നോട്ടും ഓരോ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഈ വേദപുസ്തക വായനയിൽ പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. ഇതിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നതൊക്കെ പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ഇത് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.